ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ഫോർ ഹോട്ടൽസുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറി പോർഷനാണ്. ഹോട്ടൽ അക്കൗണ്ടിങ്ങിനെ എങ്ങനെയാണ് ഒരു 3 പ്രിൻസിപ്പൽ ഹെഡിൽ ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ടോപ്പിക്. ഇപ്പം നോക്കാം നമുക്ക്. ഹോട്ടൽ അക്കൗണ്ടിങ് ക്യാൻ ബി ഡിവൈഡഡ് അണ്ടർ 3 പ്രിൻസിപ്പൽ ഹെഡിങ്സ് ആസ് ഗിവൺ ബിലോ. അപ്പോൾ ഏതൊക്കെയാണ് 3 രീതിയിൽ ഒരു ഹോട്ടൽ അക്കൗണ്ടിങ്ങിനെ മെയിനായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്. 3 ways എന്ന് പറയുന്നത്, ഫസ്റ്റ് ഫ്രണ്ട് ഓഫീസ്, സെക്കൻഡ് വൺ ബാക്ക് ഓഫ് ദ ഹൗസ് ആൻഡ് ലാസ്റ്റ് വൺ ജനറൽ ബുക്ക് കീപ്പിംഗ്. അതിലെ ഫസ്റ്റ് വൺ ആണ് ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഒരു ഹോട്ടലിൽ നമ്മൾ ചെന്നാൽ അതിൻ്റെ ഒരു റിസപ്ഷൻ ഏരിയയാണ് നമ്മൾ ഫ്രണ്ട് ഓഫീസ് എന്ന് മീൻ ചെയ്യുന്നത്, അല്ലേ? ഇവിടെയും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട് ഓഫീസ് എന്താണ്, അവിടെ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീഡിങ്സും കാര്യങ്ങളും അവിടെ നടക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആണ് നമ്മൾ ഫസ്റ്റ് ഹെഡായിട്ട് ഫ്രണ്ട് ഓഫീസ് എന്നുള്ള ഒരു രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഫ്രണ്ട് ഓഫീസ്, റവന്യൂ ഓഫ് ദ ഹോട്ടൽ എക്സെപ്റ്റ് ഫോർ റെസ്റ്റോറൻറ്റ് ക്യാഷ് സെയിൽസ് ആൻഡ് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ക്യാഷ് സെയിൽ ഈസ് അക്കൗണ്ടഡ് ഫോർ ആൻഡ് കളക്റ്റഡ് ബൈ ദ ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസിൻ്റെ മെയിൻ ജോലി എന്താണെന്നാണ് ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ പറയുന്നത്. ഹോട്ടലിൻ്റെ റവന്യൂ കളക്ട് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സുകളും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് അക്കൗണ്ട് ചെയ്യുക, അത് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ട്. അതിൻ്റെ ഉത്തരവാദിത്വമാണ് ഫ്രണ്ട് ഓഫീസ് നിർവഹിക്കുന്നത്. എന്നാൽ ഹോട്ടലിൻ്റെ റവന്യൂ എന്ന് പറയുന്നതിൽ റെസ്റ്റോറൻറ്റ് വൈസ് നടക്കുന്ന ക്യാഷ് സെയിലോ അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടക്കുന്ന ക്യാഷ് സെയിലോ അവിടെ ഡയറക്റ്റ്ലി എന്തിലേക്ക് വരുന്നില്ല, അതിൻ്റെ റിസപ്ഷനിലോ അല്ല ഫ്രണ്ട് ഓഫീസിലോ അല്ല അതിൻ്റെ ഒരു എമൗണ്ട് കളക്ട് ചെയ്യുന്നത്. കാരണം എന്താ, റെസ്റ്റോറൻറ്റ് ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അവർ ക്യാഷ് സെറ്റിൽ ചെയ്യുവാണല്ലോ. അപ്പോൾ റെസ്റ്റോറൻറ്റ് തന്നെയാണ് അവിടെ എമൗണ്ട് റിസീവ് ചെയ്യുന്നത്. ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആണ് ക്യാഷ് സെയിൽ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവർ ക്യാഷ് കൊടുക്കും. വീണ്ടും എന്ത് ചെയ്യത്തില്ല, ഫ്രണ്ട് ഓഫീസിൽ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തത്തില്ല, അല്ലേ? അപ്പോൾ ജസ്റ്റ് അങ്ങനെയുള്ള കേസിൽ ക്യാഷ് സെയിലിൻ്റെ കാര്യത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ ഡീലിങ്സുകളും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ക്യാഷ് സെയിൽ നടക്കുന്നത് ഒഴിച്ച് ബാക്കി എല്ലാ ഡീലിങ്സും ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ കണ്ടക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഫ്രണ്ട് ഓഫീസിലാണ്. അപ്പോൾ ഹോട്ടലിൻ്റെ റവന്യൂ കളക്ട് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടബിളായിട്ടുള്ള ഒരു പാർട്ടെന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസാണ്. എക്സെപ്റ്റ് ഫോർ റെസ്റ്റോറൻറ്റ് ഓർ അതർ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ക്യാഷ് സെയിൽ. അടുത്തത്, ചാർജസ് ടു ഗസ്റ്റ് മേ അറൈസ് ഇൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ബട്ട് ഓൾ ദീസ് ഹാവ് ടു ബി നോട്ടിഫൈഡ് ടു ദ ഫ്രണ്ട് ഓഫീസ് സോ ദാറ്റ് ദീസ് മേ ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ ബിൽസ് ഓഫ് ദ ഗസ്റ്റ്. അതേപോലെ ഏതെങ്കിലും ഒരു ഗസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസോ ചാർജോ ഒരു ഗസ്റ്റിനെ ചാർജ് ചെയ്യാനായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രമാണെന്നില്ല, പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന്, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളിൽ നിന്ന് ഒരേ ഗസ്റ്റിന് തന്നെ എമൗണ്ട് ചാർജ് ചെയ്യാൻ കാണും. അദ്ദേഹം എന്ത് ചെയ്യത്തില്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോയി കൊടുക്കാനുള്ള എമൗണ്ടുകൾ അപ്പോൾ തന്നെ കൊടുക്കണമെന്നില്ല. ക്യാഷ് സെയിൽ ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും അതിൻ്റെ സെറ്റിൽമെൻ്റ് എല്ലാം ഫൈനൽ അദ്ദേഹം ചെക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ ഫ്രണ്ട് ഓഫീസിലായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഒരു ഗസ്റ്റിൻ്റെ മുകളിൽ തന്നെ ഒരു ഗസ്റ്റിന് തന്നെ ചാർജ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം? ഫ്രണ്ട് ഓഫീസിലേക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഫ്രണ്ട് ഓഫീസിൽ അത് ഫ്രണ്ട് ഓഫീസിനോട് അത് നോട്ടിഫൈ ചെയ്യുകയും അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗസ്റ്റിൻ്റെ ബില്ലിൽ ഫ്രണ്ട് ഓഫീസിൽ വെച്ച് തന്നെ ഫ്രണ്ട് ഓഫീസിൽ തന്നെ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ ഏത് ടൈമിൽ, അതിന് കാരണം എന്താ, ഏത് ടൈമിൽ വേണമെങ്കിലും ഗസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് പോകാം, ഡേ ഓർ നൈറ്റ്. അപ്പം ആ ഒരു ടൈമിൽ കൃത്യമായിട്ട് ബില്ല് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം യൂസ് ചെയ്ത എല്ലാ സർവീസിനെയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എമൗണ്ട് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടക്കുന്ന ഒരു ഗസ്റ്റിൻ്റെ മുകളിലുള്ള എല്ലാ ചാർജും അത് എവിടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകണം? ഫ്രണ്ട് ഓഫീസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ ഈ വളരെ പ്രോംപ്റ്റായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. And it is very important for every guest should be made to the front office because guest may decide to leave at any moment of the day or night. ഡേയിലോ നൈറ്റിലോ ഏത് സമയത്ത് വേണമെങ്കിലും ഗസ്റ്റ് എപ്പോൾ വേണമെങ്കിലും അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് പോകുന്ന ഒരു ടൈമിൽ ഒരു കാരണവശാലും ഒരു ബില്ലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യാതെ മിസ്സായി പോകരുത് എന്നൊരു ഉദ്ദേശത്തിൽ, ഹോട്ടലിന് കിട്ടേണ്ട ഒരു റവന്യൂ മിസ്സാകരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ പ്രോംപ്റ്റായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് എപ്പോഴും മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫ്രണ്ട് ഓഫീസുമായിട്ട് നടത്തിയിരിക്കണമെന്ന് പറയാനായിട്ടുള്ള റീസൺ.
അതേപോലെ ഫ്രണ്ട് ഓഫീസിൽ മെയിനായിട്ട് ചെയ്യുന്ന ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് നമുക്കറിയാം. നമ്മൾ ഒരു ഹോട്ടലിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു അക്കോമഡേഷന് വേണ്ടി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട് ഓഫീസിലാണ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽ ആണ് അങ്ങനെ കൊടുക്കുന്നത്? ആസ് സൂൺ ആസ് എ ഗസ്റ്റ് ഈസ് അലോട്ടഡ് എ റൂം ഇൻ ദ ഹോട്ടൽ. അപ്പോൾ ഒരു ഹോട്ടലിൽ ഒരു ഗസ്റ്റിന് റൂം അലോട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ എന്തൊക്കെ ഡീറ്റെയിൽസ് അവിടെ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും? ഫ്രണ്ട് ഓഫീസിൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അദ്ദേഹത്തിൻ്റെ പേര്, അഡ്രസ്സ്, ടൈം ഓഫ് അറൈവൽ, ഏത് സമയത്ത് വന്നു, ഏത് റൂമാണ് അദ്ദേഹത്തിന് അലോട്ട് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ കൂടെ ആരൊക്കെയാണ് എത്ര പേരാണ് സ്റ്റേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ വന്ന് താമസിക്കുന്നതിൻ്റെ പർപ്പസ് എന്താണ്, ഇതെല്ലാം ഒരു ഗസ്റ്റ് അറൈവൽ ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസിലായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ഫ്രണ്ട് ഓഫീസിൽ ഫില്ല് ചെയ്യുന്ന ഈ ഒരു റെക്കോർഡ്സിൻ്റെ ഗസ്റ്റ് അറൈവൽ ബുക്കിൻ്റെ തന്നെ ബേസിസിലാണ് ഓഡിറ്റർ എന്ത് ചെയ്യുന്നത്? ഒരു റിപ്പോർട്ട്, റൂം ഓക്യുപ്പൻസിയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നത് ഈ ഒരു അറൈവൽ ബുക്കിനെ ബേസ് ചെയ്ത് തന്നെയാണ്. ആരാണ് ഓഡിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്? ഹോട്ടലിലെ അക്കൗണ്ടൻറ്റ് തന്നെയാണ് ഓഡിറ്റർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻ അക്കൗണ്ടൻറ്റ് ഇൻ എ ഹോട്ടൽ ഈസ് നോൺ ആസ് ഓഡിറ്റർ. ഇനി അടുത്ത് നമുക്ക് പറയാനായിട്ടുള്ളത്, ഫോർ കീപ്പിംഗ് എ പ്രോപ്പർ റെക്കോർഡ് ഓഫ് ദ റെസ്റ്റോറൻറ്റ് സെയിൽസ് ദ ഫോളോയിങ് പ്രൊസീജിയർ ഷുഡ് ബി ഫോളോഡ്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് സെയിൽസ് റെക്കോർഡ് ചെയ്യുന്നത് പ്രോംപ്റ്റ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ചില പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്ന കാര്യം. വെൻ ആൻ ഓർഡർ ഈസ് റിസീവ്ഡ് ഫോർ സപ്ലൈ ഓഫ് ഫുഡ്, ഒരു ഫുഡിൻ്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കിച്ചൺ ഓർഡർ ടിക്കറ്റ് അഥവാ KOT എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ, ഒരു ടിക്കറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു കിച്ചൺ ഓർഡർ ടിക്കറ്റ് മെയ്ഡ് ചെയ്യുന്നു. അഗെയിൻസ്റ്റ് വിച്ച് ദ കിച്ചൺ സപ്ലൈസ് ഐറ്റംസ് ഓഫ് ഫുഡ് മെൻഷൻ ഇൻ ദ KOT. അപ്പോൾ സപ്ലൈ ഓഫ് ഫുഡ് സപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഓർഡർ കിട്ടിയാൽ ഒരു ഓർഡർ ടിക്കറ്റ്, കിച്ചൺ ഓർഡർ ടിക്കറ്റ് എന്നാണ് പറയുന്നത്, അത് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ എന്തൊക്കെയാണ് കിച്ചൺ സപ്ലൈസ്, എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് വേണ്ടതെന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ഒരു ഐറ്റംസുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് അല്ലേ, എമൗണ്ട് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ബില്ലും കൂടി, 1 copy of bill is also attached with 1 copy of KOT to ensure that all items mentioned in KOT have been billed. ഈ KOTയിൽ പറഞ്ഞിരിക്കുന്ന അല്ലെ ഓർഡർ ചെയ്തിരിക്കുന്ന ടിക്കറ്റിൽ അല്ലെങ്കിൽ അവർക്ക് സപ്ലൈ ചെയ്യുന്ന ഫുഡിൻ്റെ എല്ലാ ഐറ്റംസും ബില്ല് ചെയ്തു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി KOTയുടെ ഒരു കോപ്പിയുടെ കൂടെ ഒരു ബില്ലിൻ്റെ കോപ്പിയും കൂടെ അറ്റാച്ച് ചെയ്തായിരിക്കും സബ്മിറ്റ് ചെയ്യുന്നത്. എ സമ്മറി ഓഫ് ഓൾ റെസ്റ്റോറൻറ്റ് ബിൽ ഈസ് മെയ്ഡ് ഡിസ്റ്റിങ്വിഷിംഗ് ബിറ്റ്വീൻ ക്യാഷ് ബിൽ ആൻഡ് ക്രെഡിറ്റ് ബിൽസ് ആൻഡ് ഇറ്റ് ഈസ് എൻഷുർഡ് ദാറ്റ് ഓൾ ക്രെഡിറ്റ് ബിൽസ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ ബിൽസ് ടു ബി ഗിവൺ ടു കസ്റ്റമേഴ്സ് ബൈ ദ ഫ്രണ്ട് ഓഫീസ്. അപ്പം ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ബില്ല് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, അതിൻ്റെ ഒരു സമ്മറി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ക്യാഷ് ബില്ല് എത്ര, ക്രെഡിറ്റ് ബില്ല് എത്ര എന്ന് വളരെ കൃത്യമായിട്ട് വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ടാവണം, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവണം. അത് ഉറപ്പ് വരുത്തുകയും ചെയ്യണം ക്യാഷ് ബില്ല് എത്രയാണെന്നും ക്യാഷ് ബില്ല് ഓൾറെഡി കളക്ട് ചെയ്ത് കറക്റ്റ് ആണെന്നുള്ളതും. ഇനി ബാക്കി കിട്ടാനുള്ള ക്രെഡിറ്റ് ബില്ല് എന്താ എമൗണ്ട് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ സെറ്റിൽമെൻറ്റ് എവിടെ നടക്കത്തുള്ളൂ? ഫ്രണ്ട് ഓഫീസിലേ നടക്കത്തുള്ളൂ അല്ലേ. ഡിപ്പാർട്ട്മെൻറ്റ് വൈസ്, റെസ്റ്റോറൻറ്റ് വൈസ് നടക്കുന്ന ക്യാഷ് ബില്ല് മാത്രമാണ് അവിടെ തന്നെ സെറ്റിൽ ചെയ്യുന്നത്. ക്യാഷ് ബില്ല് എത്രയാണെന്നുള്ളതും ക്രെഡിറ്റ് ബില്ല് എത്രയാണെന്നുള്ളതും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവണം ബില്ലിൻ്റെ കൂട്ടത്തിൽ, അതിൻ്റെ ഒരു സമ്മറി കൊടുക്കുന്ന കൂട്ടത്തിൽ. എങ്കിൽ മാത്രമേ ക്രെഡിറ്റ് ബില്ല് എവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്? ഫ്രണ്ട് ഓഫീസിൽ കസ്റ്റമറിൻ്റെ ആ ഒരു റെക്കോർഡിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു ബില്ലുകളുടെ കൂട്ടത്തിൽ ഫ്രണ്ട് ഓഫീസാണ് അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ടോട്ടൽ ഓഫ് ക്യാഷ് bill is checked with the total cash collection with the restaurant cashier and it is deposited into the bank next day. അതേപോലെ റെസ്റ്റോറൻറ്റ് വൈസ് കിട്ടുന്ന ക്യാഷ് സെയിൽ നടത്തി കിട്ടുന്ന ക്യാഷ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് റെസ്റ്റോറൻറ്റ് ക്യാഷ്യർ എന്ത് ചെയ്തിട്ടുണ്ടാവണം? ടോട്ടൽ കളക്ട് ചെയ്യുന്ന ക്യാഷുമായിട്ടൊക്കെ ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം അത് കൃത്യമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. സിമിലർലി ഫോർ ഓൾ അതർ സർവീസസ് ടേക്കൺ ബൈ ദ ഗസ്റ്റ്, ബിൽസ് ആർ പ്രിപ്പയർഡ് ബൈ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് സെൻഡ് ടു ദ ഫ്രണ്ട് ഓഫീസ് ഫോർ ബീയിങ് ഇൻക്ലൂഡഡ് ഇൻ ദ ബിൽസ് ടു ദ ഗസ്റ്റ്. ഈ ഒരു റെസ്റ്റോറൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം എന്ത് ചെയ്യേണ്ടതാണ്? ഈ ഒരു പർട്ടിക്കുലർ ഗസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബില്ലെല്ലാം തന്നെ ഫ്രണ്ട് ഓഫീസിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നോട്ടിഫൈ ചെയ്യുക, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പ്രോംപ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ ഒരു ഗസ്റ്റിൻ്റെ ബില്ലിലേക്ക് അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ്, ഇമ്മീഡിയറ്റ്ലി ഓൺ അറൈവൽ an account of each visitor is opened in the window ledger or visitors ledger. അപ്പോൾ ഒരു ഗസ്റ്റ് ഹോട്ടലിലേക്ക് അറൈവ് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ ഓരോ വിസിറ്ററിനും ഒരു അക്കൗണ്ടും കൂടി കൂട്ടത്തിൽ ഓപ്പൺ ചെയ്യാറുണ്ട്. വിൻഡോ ലെഡ്ജറിൽ അല്ലെ വിസിറ്റേഴ്സ് ലെഡ്ജർ എന്നും പറഞ്ഞ് അക്കൗണ്ട് ഫോർ ഈച്ച് ഡേ ഫോർ ഈച്ച് വിസിറ്റർ ഈസ് മെയിൻറ്റെയിൻഡ് വിത്ത് ഡീറ്റെയിൽസ് ഓഫ് ചാർജസ്. അത് ഓരോ ദിവസത്തെ ചാർജ് വളരെ കൃത്യമായിട്ട് ആ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്ത് പോവുകയും ചെയ്യും. ഡേ വൈസ് തന്നെ എന്തെല്ലാം സർവീസ് യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് അദ്ദേഹത്തിന് ബില്ല് ചെയ്യേണ്ട എമൗണ്ടുകളെല്ലാം അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്ത് പോവുകയും ചെയ്യും. റൂം നമ്പർ ഈസ് ഷോൺ അഗെയിൻസ്റ്റ് ഈച്ച് വിസിറ്റർ. ആ ഒരു വിസിറ്റേഴ്സ് ലെഡ്ജറിൽ അദ്ദേഹത്തിൻ്റെ റൂം നമ്പർ അതിനോടൊപ്പം തന്നെ കാണിക്കുന്നുണ്ടാകും.
The daily total of each account is carried forward to the next day and added up with the next day's daily total and carried forward and so on. അതായത് എന്താ ചെയ്യുന്നത്, ഓരോ അക്കൗണ്ടിൻ്റെ ഡെയിലി ടോട്ടൽ അടുത്ത ദിവസത്തേനെ നെക്സ്റ്റ് ഡേയിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അത് അടുത്ത ദിവസത്തെ ബില്ലിൻ്റെ കൂടെ ടോട്ടൽ ചെയ്ത് തൊട്ടടുത്ത ദിവസത്തേന് നെക്സ്റ്റ് ഡേയിലേക്ക് വീണ്ടും ക്യാരി ഫോർവേഡ് ചെയ്തും അങ്ങനെ ഡെയിലി വൈസാണ് അത് ടോട്ടൽ ചെയ്ത് ക്യാരി ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദ സ്പെസിമെൻ ഓഫ് വിസിറ്റേഴ്സ് ലെഡ്ജർ ഓർ വിൻഡോസ് ലെഡ്ജർ ക്യാൻ ബി ആസ് ഫോളോസ്. ഇനി നമുക്ക് താഴെ തന്നിരിക്കുന്നത് ആ ഒരു വിസിറ്റേഴ്സ് ലെഡ്ജറിൻ്റെ ഒരു ഫോർമാറ്റാണ്. ജസ്റ്റ് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി നിങ്ങളൊന്ന് നോക്കി വിട്ടാൽ മതിയാകും. റൂം നമ്പർ എന്താണെന്നുള്ളതും ഡെയിലി ടോട്ടൽ എത്രയാണെന്നും യെസ്റ്റർഡേയിൽ നിന്ന് എത്രയാണ് ബ്രോഡ് ഫോർവേഡ് ചെയ്ത് വരുന്ന എമൗണ്ട് എന്നുള്ളതും ടോട്ടൽ ക്യാരി ഫോർവേഡ് നെക്സ്റ്റ് ഡേയിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ള ഡീറ്റെയിൽ എല്ലാം കോളം വൈസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എമൗണ്ടുകൾ കൊടുക്കുന്നുണ്ട്. നെയിമും അഡ്രസ്സും ഡെബിറ്റ് ചെയ്ത എമൗണ്ടും ക്രെഡിറ്റ് ചെയ്യുന്ന എമൗണ്ടും എല്ലാം തന്നെ. ഇപ്പോൾ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ചാർജുകൾ അദ്ദേഹത്തിൻ്റെ എമൗണ്ട് കളക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡെബിറ്റിൽ വരുന്നത്. ബാലൻസ് ഡ്രോ ഡൗൺ, റൂം ചാർജസ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ടീ, ടിഫിൻ, ഡിന്നർ, വൈൻ, ബിയർ, സിഗരറ്റ്സ്, അതർ സർവീസിന് വേണ്ടി അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്ന എമൗണ്ടുകളെല്ലാം ഡെബിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ടോട്ടൽ ചെയ്യും. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ക്യാഷ് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് റീഫണ്ട് ചെയ്യാനായിട്ട്, അദ്ദേഹത്തിന് റിബേറ്റ് അല്ലെങ്കിൽ റീഫണ്ടൊക്കെ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതെല്ലാമാണ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ വിൻഡോ ലെഡ്ജർ അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ലെഡ്ജർ ഓരോ അറൈവൽ നടക്കുമ്പോഴും ഓരോ വിസിറ്റേഴ്സിനും ഓപ്പൺ ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ്. എവിടെ ചെയ്യുന്ന കാര്യമാണ്, ഫ്രണ്ട് ഓഫീസിൽ ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ്. അതേപോലെ അടുത്തൊരു സെൻറ്റൻസ് എന്താ പറയുന്നത്, ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് വെൻ ദ വിസിറ്റേഴ്സ് ഓർ ഗസ്റ്റ് ലീവ്സ് ഓൾ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ എൻക്വയർഡ് ആസ് ടു വെദർ ദെയർ ആർ എനി ബിൽസ് പെൻഡിങ് ആൻഡ് ആഫ്റ്റർ ഒബ്റ്റെയിനിങ് ഓൾ ദ ബിൽസ് ദ വിസിറ്റേഴ്സ് അക്കൗണ്ട് ഈസ് ഫൈനലൈസ്ഡ്. ഇനി അഥവാ എന്താണ്, ഒരു വിസിറ്റർ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് പെട്ടെന്ന് ചെക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ലെഫ്റ്റ് ആവുന്ന ഒരു ടൈമിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സുകളിലും എന്ത് ചെയ്യണം, ഫ്രണ്ട് ഓഫീസാണ് എൻക്വയറി നടത്തേണ്ടത്. പിന്നെ ഒരു വ്യക്തി ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ ഒരു പേഴ്സണ് എന്തെങ്കിലും ഒരു ബില്ല് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ പെൻഡിങ് ഉണ്ടോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കണം ഫൈനൽ ബില്ല് എന്ത് ചെയ്യേണ്ടത്, ഫൈനൽ ബില്ലൊക്കെ സെറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എമൗണ്ട് കളക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ചെക്കൗട്ടും കാര്യങ്ങളുമൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഇനി ഫൈനൽ ബില്ലൊന്നും എന്താണ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ബില്ലൊന്നും പെൻഡിങ് ഇല്ല, എല്ലാ ബില്ലും കംപ്ലീറ്റ്ലി പെയ്ഡാണ് എന്ന് മനസ്സിലായാൽ, അല്ലെങ്കിൽ അത് ഫ്രണ്ട് ഓഫീസിലെ ബില്ലുമായിട്ട് ഇൻകോർപ്പറേറ്റഡ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് കൊടുക്കുന്നതനുസരിച്ച്, എമൗണ്ടിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്നതനുസരിച്ച് ചെക്കൗട്ട് ചെയ്യുന്ന കൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വിസിറ്റേഴ്സ് അക്കൗണ്ട് ഫൈനലൈസ് ചെയ്ത് ക്ലോസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇത്രയുമാണ് എവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഫ്രണ്ട് ഓഫീസിൽ തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഹോട്ടൽ അക്കൗണ്ടിങ്ങിനെ മെയിനായിട്ടും 3 പ്രിൻസിപ്പൽ ഹെഡിലോട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിൽ അതിൻ്റെ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണത്, ഫ്രണ്ട് ഓഫീസ് എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. അടുത്തത് നമുക്ക് പറയാനുള്ളത് ഹോട്ടൽ അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത പ്രിൻസിപ്പൽ ഹെഡാണ് ബാക്ക് ഓഫ് ദ ഹൗസ് എന്ന് പറയുന്നത്. ഹോട്ടൽ അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് പ്രിൻസിപ്പൽ ഹെഡായിട്ടുള്ള ബാക്ക് ഓഫ് ദ ഹൗസ് എന്താണെന്ന് നോക്കാം. This division of hotel accounting makes a record of issue of food, beverages and other operating supplies for use. അതായത് ഒരു ഹോട്ടലിൽ അക്കോമഡേഷന് വേണ്ടി വരുന്ന ആളുകൾക്ക് ഫുഡ്, ബിവറേജസ് അല്ലെങ്കിൽ അതർ പ്രൊവിഷൻസ് ഒക്കെ ആവശ്യമുള്ളത് പ്രൊവൈഡ് ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട് ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹെഡാണ് ബാക്ക് ഓഫ് ദ ഹൗസിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹോട്ടൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഫുഡ് ആൻഡ് ബിവറേജസ് ഐറ്റംസ് ആണ് അല്ലെങ്കിൽ അതർ ഓപ്പറേറ്റിംഗ് സപ്ലൈസ് ആണ് ഗസ്റ്റിന് യൂസ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനെ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് ബാക്ക് ഓഫ് ദ ഹൗസിൻ്റെ ഡ്യൂട്ടിയാണ്. സോ ഇൻ ദിസ് കേസ് hotel authorities are to be careful and are to exercise proper control over issue of items. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണ് പ്രോപ്പറായിട്ട് ആണോ, കറക്റ്റായിട്ട് ഓർഡർ അനുസരിച്ച് തന്നെയാണോ ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഹോട്ടൽ അതോറിറ്റീസ് ഉറപ്പുവരുത്തേണ്ടതും ആവശ്യമാണ്. ഇങ്ങനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ റേഷ്യോ ഓഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസും സെയിൽസ് വാല്യൂ ഓഫ് ഫുഡ് ഐറ്റംസും ഒക്കെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് കഴിയുള്ളൂ. So at the end of the day, the quantity of materials issued to the kitchen but not utilized is counted and actual quantity of materials used is calculated and also valued to find out the കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ്. അതായത് ഓരോ ദിവസവും ഡെയിലി ബേസിസിൽ തന്നെ ഈ ഒരു പർപ്പസിന് വേണ്ടി കോസ്റ്റ് ഓഫ് മെറ്റീരിയലും ഫുഡ് ഐറ്റംസിൻ്റെ സെയിൽസ് വാല്യൂ ഒക്കെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഡെയിലി ബേസിസിൽ ഓരോ ദിവസവും കിച്ചണിലേക്ക് എത്ര മെറ്റീരിയൽസ് ആണ്, എത്ര ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തു എന്നും അതിൽ എത്ര മെറ്റീരിയൽസ്, എത്ര ക്വാണ്ടിറ്റി, എത്ര യൂണിറ്റ് അവർ യൂസ് ചെയ്തു എന്നും കൗണ്ട് ചെയ്യാറുണ്ട്. അതോടൊപ്പം ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസും കാൽക്കുലേറ്റ് ചെയ്തിട്ട് കോസ്റ്റ് ഓഫ് ഒരു ദിവസം എത്ര മെറ്റീരിയലാണ്, എത്ര
എത്രയാണ് ഐറ്റംസ് യൂസ് ചെയ്തത് എന്നൊരു കാര്യം കൂടി കൗണ്ട് ചെയ്യാറുണ്ട്. ഇതൊക്കെ വളരെ കറക്റ്റായിട്ട് ചെയ്ത് പോയെങ്കിൽ മാത്രമേ ഒരു പ്രത്യേകിച്ച് ആ ഐറ്റംസിൻ്റെ പിൽഫറേജോ വേസ്റ്റേജോ പോലെയുള്ള കാര്യങ്ങളോ ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇൻവെൻട്രി ഓഫ് വേരിയസ് ഐറ്റംസ് ഷുഡ് ബി ടേക്കൺ അറ്റ് ദ എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ ഫോർ ഗെറ്റിംഗ് ദ ഫിഗർ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഫോർ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ ഐറ്റം വൈസ് എത്രത്തോളമാണ് ആ ഒരു ക്ലോസിംഗ് സ്റ്റോക്കിനി ഐറ്റം വൈസ് ബാക്കിയുള്ളത് എന്നൊക്കെ കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്തു പോകേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇൻവെൻട്രി ഓഫ് വേരിയസ് ഐറ്റംസ്, ഓരോ ഐറ്റത്തിൻ്റെയും ഇൻവെൻട്രി വാല്യൂ സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ എന്നുള്ളത് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ട കാര്യം കൂടിയാണ്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് ഓരോ ഐറ്റത്തിൻ്റെയും ഇൻവെൻട്രി റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ കറക്റ്റായിട്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് ഡെയിലി ബേസിസിൽ അതിൻ്റെ പ്രോപ്പർ കൺട്രോൾ നടത്തേണ്ടത് ആവശ്യമാണ്. സിമിലർലി എ റെക്കോർഡ് ഓഫ് അറ്റൻസിൽസ്, ക്രോക്കറീസ് ആൻഡ് കട്ട്ലറി ഷുഡ് ബി മെയിൻറ്റെയിൻ ടു ഫൈൻഡ് out the value of breakages or pilferages and the values of these items in stock at the end of the ഫിനാൻഷ്യൽ ഇയർ. ഇത് പ്രോപ്പറായിട്ട് ചെയ്ത് പോകുമ്പോൾ മാത്രമാണ് ഇപ്പോൾ പ്ലേറ്റ്സ് ആകട്ടെ, അറ്റൻസിൽസ് ആകട്ടെ, ക്രോക്കറീസ് ആൻഡ് കട്ട്ലറി ഐറ്റംസിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബ്രേക്കേജസ്, ഇപ്പോൾ ഗ്ലാസ്, പ്ലേറ്റ്സ്, ഇതൊക്കെ ചിലപ്പോൾ പൊട്ടുകയോ അതിൻ്റെ എണ്ണം കുറയുകയോ ഒക്കെ ചെയ്തെന്നിരിക്കുക. അപ്പോൾ ബ്രേക്കേജസോ പിൽഫറേജസോ ഒക്കെ സംഭവിക്കുമ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു റെക്കോർഡും കൂടെ കീപ്പ് ചെയ്തെങ്കിൽ മാത്രമേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയറിൽ സ്റ്റോക്കുമായിട്ട് ഇതിനെ പ്രോപ്പറായിട്ട് വാല്യൂ ചെയ്യാനും ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ അത് മാച്ചായിട്ട് അക്കൗണ്ട്സുമായിട്ട് അതിനെ മാച്ച് ചെയ്ത് പോകേണ്ടതും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ പ്രോപ്പർ കൺട്രോൾ എൻഷുർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇറ്റ് ഷുഡ് ബി സീൻ ദാറ്റ് നോ ഐറ്റം ഓഫ് മെറ്റീരിയൽ ഷുഡ് ബി ഔട്ട് ഓഫ് സ്റ്റോക്ക്, otherwise the order will not be executed by the kitchen and the reputation of the hotel will suffer. അതുപോലെ മറ്റൊരു പോയിൻ്റാണ്, ഇവിടെ കിച്ചണിലേക്ക് കൊടുക്കുന്ന ഓരോ ഓർഡറും പ്രോപ്പറായിട്ട് ഒരു കസ്റ്റമറിലേക്ക്, ഗസ്റ്റിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതർവൈസ് അത് ഓർഡർ ചെയ്യുന്നു എന്നാൽ പിന്നീട് സ്റ്റോക്ക് ഇല്ല, ഐറ്റം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് എന്ന് പറഞ്ഞ് പിന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ഹോട്ടലിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഐറ്റംസ് എന്തെങ്കിലും എവിടെയാണ് സ്റ്റോക്ക് കുറവുള്ളത് അല്ലെങ്കിൽ ഏതാണ് വീണ്ടും ഓർഡർ ചെയ്യേണ്ടത്, മെറ്റീരിയൽസ് വേണ്ടത്, ഇതൊക്കെയും പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ബാക്ക് ഓഫ് ദ ഹൗസ് ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ ഓർഡറും മിസ്സാകാതെ പ്രോപ്പറായിട്ട് അത് ഡെലിവറി ചെയ്യാനും ഗസ്റ്റിന് വേണ്ട എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യാനും ഹോട്ടലിൻ്റെ റെപ്യൂട്ടേഷനും ആ ഒരു സർവീസും ക്വാളിറ്റിയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. സോ അറ്റ് ദ സെയിം ടൈം വേസ്റ്റേജസ് ഷുഡ് ഓൾസോ ബി അവോയ്ഡഡ് ബൈ പ്രിസ്ക്രൈബിംഗ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ഈച്ച് ഐറ്റം. അതുകൊണ്ട് തന്നെ ഓരോ ഐറ്റത്തിനും വേണ്ട സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വേസ്റ്റേജസ് മാക്സിമം കുറച്ചുകൊണ്ട് അത്യാവശ്യം വേണ്ട മെറ്റീരിയൽസ് എല്ലാം സ്റ്റോക്കിൽ കരുതി തന്നെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ രീതിയിൽ കറക്റ്റായിട്ടുള്ളൊരു സർവീസ് ഗസ്റ്റിന് കൊടുക്കാനും അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് ആ ഒരു ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് അല്ലെങ്കിൽ നല്ലൊരു ഇമേജോടുകൂടി അവർക്ക് ലീവ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ബാക്ക് ഓഫ് ദ ഹൗസിൻ്റെ ആ ഒരു ക്വാളിറ്റി, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ അവരുടെ ഒരു ഗ്രൂപ്പ് എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഹോട്ടൽ അക്കൗണ്ടിങ്ങിൻ്റെ സക്സസ്സിലേക്ക് നയിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പൽ ഹെഡ്വുഡാണ് ബാക്ക് ഓഫ് ദ ഹൗസ് എന്ന് പറയുന്നത്. നമ്മൾ പറയാറില്ല, ഏത് കാര്യത്തിനാണെങ്കിലും ഫ്രണ്ട് ഓഫീസിൻ്റെ മാത്രം കാര്യങ്ങൾ കൊണ്ടല്ല കാര്യങ്ങൾ നടക്കുക, ഏത് കാര്യത്തിനും അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അണിയറ പ്രവർത്തകർ എന്നൊക്കെ പറയുന്നത് പോലെ അതിനെ പ്രോപ്പറായിട്ട് കാര്യങ്ങളെല്ലാം അതിൻ്റെ ബാക്കിൽ നിന്ന് ചെയ്യുന്ന ഒരു ബാക്ക് ബോൺ തന്നെയാണ് ഹോട്ടൽ അക്കൗണ്ടിങ്ങിൻ്റെ കേസിലും ഈ ബാക്ക് ഓഫ് ദ ഹൗസിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹോട്ടൽ അക്കൗണ്ടിങ്ങിൻ്റെ മൂന്നാമത്തെ പ്രിൻസിപ്പൽ ഹെഡാണ് അടുത്ത് നമുക്ക് പറയാനുള്ളത്, ജനറൽ ബുക്ക് കീപ്പിംഗ്. ജനറൽ ബുക്ക് കീപ്പിങ്ങിൽ പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കൂടാതെയുള്ള അതർ ഐറ്റംസ് ഓഫ് എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ആണ് ഇവിടെ അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പം കോമൺ ആയിട്ട് വരുന്ന അതർ എക്സ്പെൻസ് ആൻഡ് ഇൻകം ഐറ്റംസ് എല്ലാം നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത് ഈ ഒരു ബൈ മെയിൻറ്റെയിനിങ് ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്, സബ്സിഡറി ലെഡ്ജേഴ്സ്, ജേണൽ പ്രോപ്പറൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. ഇതാണ് മെയിനായിട്ടും ജനറൽ ബുക്ക് കീപ്പിങ്ങിൽ കവർ ചെയ്യുന്ന ഐറ്റംസ്. എന്തൊക്കെയാണ്? ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ പെറ്റി ക്യാഷ് ബുക്ക് ഒരു ഹോട്ടലിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ സബ്സിഡറി ലെഡ്ജേഴ്സ്, ജേണൽ പ്രോപ്പറൊക്കെ പ്രോപ്പറായിട്ട് ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകണം, അക്കൗണ്ട്സുകൾ കീപ്പ് ചെയ്യണമെന്ന് പറയുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? പല ടൈപ്പ് ഇൻകവും എക്സ്പെൻസും എല്ലാം ഒരു ഹോട്ടലിലുണ്ടാകും. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ട്സുകൾ ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകണം. ഇനി അതുകൂടാതെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം. നമുക്കറിയാം, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു പർപ്പസ് എന്താ? ടു നോ ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ടു പ്രിപ്പയർ ദ ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ബേസ് ആകുന്നതിന് വേണ്ടി അതുവരെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം അരിത്തമെറ്റിക്കലി ആക്യുറേറ്റ് ആണെന്ന് നമുക്കൊന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി, ഒന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്. അതേപോലെ തന്നെ ആ ട്രയൽ ബാലൻസ് ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് വൈൽ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്സ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് മസ്റ്റ് ബി മെയ്ഡ് ഫോർ മീൽസ്, അക്കോമഡേഷൻ എക്സെട്ര ഓഫ് ദ സ്റ്റാഫ് ആൻഡ് പ്രൊപ്പറേറ്റേഴ്സ്. അപ്പോൾ എന്താണ് ഇനി
ട്രയൽ ബാലൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തു, മാത്തമെറ്റിക്കൽ ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് കണ്ടു. അതിനുശേഷം നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആവശ്യമുള്ള സാധനങ്ങളിൽ അത് ചെയ്യാനായിട്ട് മറക്കരുത്. എന്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആവശ്യമായിട്ട് വരും? ചിലപ്പോൾ മീൽസ്, ഹോട്ടലല്ലേ, അപ്പം മീൽസും അക്കോമഡേഷനും ഒക്കെ അത് ആർക്കും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. അവിടുത്തെ സ്റ്റാഫിന്, എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകാം. അല്ലെങ്കിൽ അവിടുത്തെ പ്രൊപ്പറേറ്റേഴ്സ് കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ വരാം, മീൽസ് ആവട്ടെ, അല്ലെങ്കിൽ അക്കോമഡേഷൻ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാകാം, ആ ഒരു പ്രൊപ്പറേറ്റർ ആ ഒരു സർവീസ് യൂസ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ബൈ ക്രെഡിറ്റിംഗ് ദീസ് ഐറ്റംസ്, മീൽസും അക്കോമഡേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് ഹോട്ടലിനെ സംബന്ധിച്ച് ഇൻകമാണ്, ആ ഒരു അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും പിന്നീട് എംപ്ലോയീസിനാണ് അല്ലെങ്കിൽ സ്റ്റാഫിനാണ് കൊടുക്കുന്നതെങ്കിൽ അത് സാലറി ആൻഡ് വേജസിൻ്റെ ഭാഗമാണെങ്കിൽ സാലറി ആണെങ്കിൽ സാലറി, അല്ലെങ്കിൽ വേജസ് അക്കൗണ്ടിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇനി പ്രൊപ്പറേറ്ററിനാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഓണറിൻ്റെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്ത് അതിനെ ഡ്രോയിങ്സ് എന്നാണല്ലോ പറയുക. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട്, പ്രൊപ്പറേറ്ററിനാണ് ഈ മീൽസ് ആൻഡ് അക്കോമഡേഷൻ കൊടുക്കുന്നതെങ്കിൽ അത് ഡ്രോയിങ്സ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും വേണം. ആസ് ദ കേസ് മേ ബി, ഏതാണോ കേസ് അനുസരിച്ച് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസും കൂടെ പാസ് ചെയ്താൽ മാത്രമേ ജനറൽ ബുക്ക് കീപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് പോകാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹോട്ടൽ അക്കൗണ്ടിങ്ങിനെ ഏറ്റവും മെയിനായിട്ട് ഒരു 3 പ്രിൻസിപ്പൽ ഹെഡിൽ ക്ലാസിഫൈ ചെയ്യാമെന്നുള്ളതാണ്. ഒന്ന് ഫ്രണ്ട് ഓഫീസ്, ഒന്ന് ബാക്ക് ഓഫ് ദ ഹൗസ്, ഒന്ന് ജനറൽ ബുക്ക് കീപ്പിംഗ്. ഇത് നമുക്ക് ഒരു തിയറി പോർഷൻസ് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതിനകത്ത് പ്രത്യേകിച്ച് പ്രോബ്ലംസോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് പോലും നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഹോട്ടൽ അക്കൗണ്ടിങ് ആണല്ലോ, അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അതിൻ്റെ ഫ്രണ്ട് ഓഫീസ് എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ ബാക്ക് ഓഫ് ദ ഹൗസിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, ജനറൽ ബുക്ക് കീപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊരു ഓവറോൾ ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പോർഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഷെയർ ചെയ്തത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.